ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തൃശൂരിൽ ബി.ജെ.പിയുടെ അരി വിതരണ നാടകം. സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെയും റേഷൻ കടകളിലൂടെയും കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന അരിയാണ് ഭാരത് അരി എന്ന പേരിൽ 29 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മാത്രമാണിപ്പോൾ അരി വിതരണം. ഫെബ്രുവരി 6-ാം തീയതി മുതലാണ് ചെറിയ പിക്കപ്പ് ലോറികളിലായി ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഭാരതരി വിതരണം ചെയ്തു തുടങ്ങിയത്. കിലോയ്ക്ക് 29 രൂപ വിലയിട്ട് 5 കിലോ വീതമുള്ള പാക്കറ്റുകളിലാക്കിയാണ് വിതരണം. നീലക്കാർഡുകാർക്ക് 4 രൂപയ്ക്കും വെള്ളക്കാർഡുകാർക്ക് 10 രൂപയ്ക്കും റേഷൻ കടകൾ വഴി നൽകുന്ന അരിയാണ് FCI ഗോഡൌണിൽ നിന്നും വാങ്ങി പാക്കറ്റിലാക്കി വിതരണം ചെയ്യുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള ബി.ജെ.പി കേന്ദ്രങ്ങളിൽ മാത്രമാണ് വിതരണം. അരി വിതരണത്തിനു പിന്നിലെ രാഷ്ട്രീയ തന്ത്രം നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട്. മാധ്യമങ്ങൾ കണ്ടപ്പോൾ ആകെ അവിടെ കൊടുത്തുള്ള 20 പേർക്ക് 10 പേർക്കാണ് ഈ അരി വിറ്റിട്ടുള്ളൂ. ആ 29 രൂപയ്ക്ക് വിൽക്കണു. ഈ സാധനം നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ 11 രൂപയ്ക്കും 10 രൂപയ്ക്കും വിൽക്കണ ഈ അരി കവർ മാറ്റി വിൽക്കാൻ ഇപ്പോൾ ഇവർ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വളരെയധികം അഴിമതി ചെയ്തിട്ട് ഈ പുകമറ ഉണ്ടാക്കി സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ വേണ്ടി ഈ അമ്പലവാസികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് ഇവർ വിൽക്കുള്ളൂ. ഈ ഭാഗത്ത് ഒരുപാട് ഫ്ലാറ്റുള്ള ഏരിയയാണ് ഈ പോകുന്ന പ്രദേശത്ത്. നമ്മളെ റേഷൻ കടയിൽ ഒരുപാട് കുടിലുള്ള താമസിക്കുന്ന എത്ര പേരുണ്ട്, ഓട് താമസിക്കുന്ന എത്ര കോളനികളുണ്ട്. അവിടെ നിന്ന് കൊണ്ട് കൊടുക്കാത്ത അവർക്ക് ആവശ്യം ഹിന്ദുപരമായിട്ടുള്ള ആളുകളെ വികാരം ചൂഷണം ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഈ പറ്റിക്കാണ്. വോട്ട് ഇലക്ഷൻ വരികയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ അരി വിതരണം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ റേഷൻ കട വഴി കൊടുക്കുന്ന അരി 29 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 4 രൂപയ്ക്കും 10 രൂപയ്ക്ക് വെള്ളക്കാടുകാർക്ക് 10.90 കൊടുക്കുന്ന അരി തന്നെയാണ് ഈ 29 രൂപയ്ക്ക് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ പേരിലാണ് ഭാരതരി പുറത്തിറക്കിയിട്ടുള്ളത്. എന്നാൽ NCCF നേരിട്ട് വിതരണം ചെയ്യാതെ സ്വകാര്യ ഏജൻസികളും ബി.ജെ.പി പ്രവർത്തകരും വഴിയാണ് വിതരണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ് അരി വിതരണം നടക്കുന്നത്. അരി വാങ്ങുന്നതിൽ കൂടുതൽ പേരും ബി.ജെ.പി പ്രവർത്തകരും അവരുടെ ബന്ധുക്കളും തന്നെയാണ്. ഇതിന്റെയെല്ലാം വീഡിയോ ചിത്രീകരിച്ച് 29 രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാരതരി എന്ന പേരിൽ ഇവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.